കാര്യം ചോദിക്കട്ടെ, ഇവിടെ മതനിരപേക്ഷത്തെ കുറിച്ച് വാക്കുകൂടെ പറഞ്ഞു. ഒരൊറ്റ ചോദ്യം, എന്നെ തടയരുത് ഗോപികൃഷ്ണൻ, കാരണം മറ്റു രണ്ടുപേർക്ക് അവസരങ്ങൾ ഒത്തിരി കൊടുത്തു, ഇന്ററപ്റ്റ് ചെയ്യാതുണ്ട്. SDP എന്ന് പറയുന്ന ഭീകരവാദ ടേസ്റ്റുള്ള, വിഘടനവാദ ടേസ്റ്റുള്ള ഒരു അവര് നിരവധി പേരെ കൊന്നു തള്ളിയിട്ടുള്ള, അഭിമന്യു എന്ന് പറയുന്ന SFIയുടെ ചെറുപ്പക്കാരനെ പോലെ കൊന്നു തള്ളിയിട്ടുള്ള ആ സംഘടന ആയിട്ട് അവര് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ അവരെ യോജിപ്പിച്ചിരിക്കുന്നു. ആസാമിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഈ ഇടതുപക്ഷം ഒരു മുന്നണി സംവിധാനം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയോട് ആവർത്തിച്ച് മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇവരൊരു മറുപടി പറയാതെ മാധ്യമങ്ങളോട് എതിരിടുമായിരുന്നു. ഇവർക്ക് എന്ത് മതനിരപേക്ഷം പറയാനുള്ള അവകാശമുള്ള? ഇപ്പുറത്ത് UDF ആരോടാ കൂട്ടുകൂടിയിരിക്കുന്നത്? മൗദൂദി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ വെൽഫെയർ പാർട്ടിയും ആയിട്ട് അവർ കൂട്ടുകൂടിയിരിക്കുന്നു. ആ പാർട്ടിയുടെ പൊതുവായ നയം എന്താ? ലോകത്തിലെ 44 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ആ പാർട്ടി പറഞ്ഞത് ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, ഞങ്ങൾ മതരാഷ്ട്രത്തിലാണ് വിശ്വസിക്കുന്നു പറയുന്ന പബ്ലിക്കായിട്ട് രാജ്യദ്രോഹം പറയുന്നവരുമായിട്ട് അവരും കൂട്ടുകൂടിയിരിക്കുന്നു. കൂട്ടുകൂടി കശ്മീർ ഭരിച്ചതോ? BJP PDPയുമായി കൂട്ടുകൂടി കശ്മീർ ഭരിച്ചതോ ശ്രീ റെജി ലൂക്കോസ്? നിങ്ങൾ ഈ പറയുന്ന മഹ്മൂദ മുഫ്തിയുടെ ഭരണകൂടമായിട്ടല്ലേ സ്ട്രാറ്റജിക് ആയിട്ട് ഞങ്ങൾ 1 വർഷവും 4 മാസം അവിടെ ഭരണം വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവരോട് പറഞ്ഞൊരു വാചകം എന്താണ്? അവരോട് പറഞ്ഞിരുന്നത് കൃത്യമായിട്ടും രാജ്യത്തിന് സുരക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് പിരിച്ചുകൂടാതെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അല്ല, അതെന്ത് സ്ട്രാറ്റജിയാണ്? സ്ട്രാറ്റജിക് ആയിട്ട് BJPക്ക് PDPയുമായി കൂട്ടുകൂടി ഭരിക്കാം. ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി മറ്റ് ഏതെങ്കിലും സംഘടനകൾ, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയോ SDP ഒന്നും നിരോധിത സംഘടനകളല്ല. ശരി, അവർക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടെങ്കിൽ അവരുമായി ഒരു സ്ട്രാറ്റജിക് അലയൻസ് പാടില്ല. BJPക്ക് PDPയുമായി ഒരു സ്ട്രാറ്റജിക് അലയൻസ് ആകാം, കശ്മീർ ഭരിക്കാം, കുഴപ്പമില്ല. തരാതരം പോലെ അതൊക്കെ ആകാം, ഇത് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വർഗീയ പാർട്ടിയും രാജ്യദ്രോഹ പാർട്ടിയും ഒക്കെ ആകും. തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. അല്ല ഗോപികൃഷ്ണ, ദയവായിട്ട് തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഇന്ത്യയുടെ അതിർത്തിയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു പാർട്ടിയുമായിട്ട് 1 വർഷവും 4 മാസവും ഞങ്ങൾ കൂട്ടുകൂടി എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ആ വസ്തുതകൾ ആ പാർട്ടിയുമായിട്ട്, അതായത് ഒരു മുന്നണിയിൽ ഭരണത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയത് ആ കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് ഗുണത്തിന് വേണ്ടിയിട്ട് അത് ഞങ്ങൾ ഫലപ്രദമായിട്ട് നിയോഗിച്ചു. കാശ്മീർ ഇന്ന് സ്വതന്ത്രമാണ്. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ സമാധാനപരമായി കാശ്മീർ സഞ്ചരിക്കാൻ 2008 അല്ല, ഞാൻ വിഷയം അതല്ല. ഞാൻ താങ്കളോട് ചോദിച്ചത് എത്ര സീറ്റ് NDAക്ക് കിട്ടും, അതിന് താങ്കൾ വ്യക്തമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. പറയാം, അങ്ങനെയാണെങ്കിൽ എത്ര സീറ്റ് കിട്ടുന്ന ഇവർക്കാർക്കെല്ലാം പറയാൻ പറ്റും. പെട്ടിക്കാതിരിക്കുന്ന വോട്ടർ ഞങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം ഉറപ്പാണ്. ഈ 2026 മാർച്ച് മെയ് 4 തീയതി വോട്ടെണ്ണുമ്പോൾ NDA എന്ന് പറയുന്ന ദേശത്തിനോടൊപ്പം നിൽക്കുന്ന, ലോകത്തിന് മുമ്പിൽ നെറുകയിൽ ഈ രാജ്യത്തെ എത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനും ആ വികസനം കേരളത്തിൽ കൊണ്ടുവരുന്നതിനായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യും. അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വോട്ടിംഗ്, ഒരു നിയമസഭാ പ്രാതിനിധ്യത്തിലേക്ക് ഞങ്ങൾ കടക്കും. കേരളത്തിൽ ഈ UDFന് LDFന് ഭൂരിപക്ഷം കിട്ടുന്നതിന് യാതൊരു തർക്കമില്ല. കേരളം മാറിക്കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.